ഇന്നേ ഞാൻ കുറച്ച് ചീത്ത വിളി കേൾക്കാൻ തന്നെ തീരുമാനിച്ചു. ഏതായാലും ഇന്ന് ഞാൻ എമ്പുരാൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. എമ്പുരാൻ്റെ കാര്യം പറഞ്ഞു വരുമ്പം തന്നെ ചില ആൾക്കാർ വരും എന്നെനിക്ക് 100% ഉറപ്പാണ്. കാരണം എന്നെ ചീത്ത വിളിക്കണം, എന്നെ പള്ളു പറയണം, അതങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവർ സമാധാനപ്പെട്ടോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പം മോഹൻലാലിൻ്റെ എമ്പുരാൻ, പൃഥ്വിരാജ്, മോഹൻലാൽ, ആൻ്റണി പെരുമ്പാവൂർ ഇവരും നിൽക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രമാണ് മലയാളത്തിലെ 2025 എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം. വേറെ പല ചിത്രങ്ങളും ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മാർച്ച് 27 എമ്പുരാൻ ചിത്രമാണ്. ഇനിയും 10-35 ദിവസമേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊമോഷൻ വർക്ക് തകൃതിയായി നടക്കുന്നുണ്ട്. ഒരു വശത്ത് വിവാദങ്ങളിലൂടെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്, മറുവശത്ത് ലാലേട്ടനും പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും ഒക്കെ അന്യപ്രദേശങ്ങളിൽ എന്ന് ഉദ്ദേശിച്ച് തമിഴ്നാട്, ആ പ്രദേശങ്ങളിലെല്ലാം അന്യഭാഷ ചിത്രങ്ങളോടൊപ്പം തന്നെ ആ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രൊമോഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ കണ്ടു. ഏകദേശം 1.5 ലക്ഷം പേരോളം ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. കോയമ്പത്തൂരിലൊക്കെ അങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ ഹൈപ്പ് ഒന്ന് വേറെ തന്നെ. അതുപോലെ ലൈക്ക പ്രൊഡക്ഷനും ഇതിലെ നിർമ്മാണ പങ്കാളിയാണ്. ലൈക്ക എന്ന് പറയുന്നത് തമിഴിലെ ബാക്കി ഭാഷകളിലേക്ക് മികച്ച ചിത്രങ്ങൾ മുടക്ക് കൂടിയ ഏറ്റവും മികച്ച ചിത്രങ്ങൾ എടുത്ത ലൈക്കായും ആശീർവാദം ഒന്നിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ഇതിൻ്റെ മുടക്കുമുതലിനെ പറ്റി പല വിവാദങ്ങളും ഉണ്ട്. ഞാൻ ആ മുടക്കുമുതലിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് 10 പൈസ പോയിട്ടില്ല. പടം നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിൽ കയറി കാണത്തുള്ളൂ. പക്ഷേ ഒരാൾ പണം ഇറക്കാനും അത് തിരിച്ചു പിടിക്കാനും ആയിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കാണ് ടെൻഷൻ, ബാക്കിയുള്ള നിർമ്മാതാക്കൾക്ക് ടെൻഷൻ, ബാക്കിയുള്ള നടന്മാരുടെ ആരാധകർക്ക് ടെൻഷൻ. കാരണം ആൻ്റണി പെരുമ്പാവൂർ ഇത്ര 141 150 കോടിയൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ള ടെൻഷനാണ്. ആൻ്റണി പെരുമ്പാവൂരിന് ടെൻഷനില്ല, മോഹൻലാലിനില്ല, പൃഥ്വിരാജിനില്ല. അവർക്കറിയാം കൃത്യമായിട്ട് ബിസിനസ് നടക്കാനും എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അറിയാം. അപ്പം ബാക്കിയുള്ള നടന്മാരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രൊമോഷൻ, പരിപ്പൂട പ്രൊമോഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന പ്രൊമോഷനൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പേര് പോലും ഇടത്തില്ല, പിന്നെ ചിത്രത്തിന് കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു ആൻ്റണി പെരുമ്പാവൂരിന് കൃത്യമായിട്ട് അറിയാം എവിടെ ഇട്ട് കൊള്ളണം എന്നുള്ളത്. അത് ഒരുപക്ഷെ തള്ളായിരിക്കാം, തള്ളെന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന എന്തുമാത്രം തള്ളാൻ പറ്റും. പുള്ളിയുടെ വിമർശകർ പറയുന്ന സ്ഥിരം ഒരു പരിപാടിയുണ്ട്. പുള്ളി എല്ലാ ചിത്രങ്ങളിലെയും പുള്ളിയുടെ കോടിക്കണക്കിന് രൂപ പോയി, എന്നിട്ടും പുള്ളി തള്ളിക്കൊണ്ടിരിക്കുക, ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എടാ, ഇത് മുടക്കാൻ വേണ്ടി കാശ് വേണ്ടേ? ഞാൻ പറയുന്ന ഒരു ചിത്രത്തിൽ കോടികൾ പോയി, അടുത്ത ചിത്രത്തിനും കോടികൾ പോയി, മറ്റൊരു ചിത്രത്തിനും കോടികൾ പോയെങ്കിലും പുള്ളിയുടെ കയ്യിൽ നിന്നല്ലേ പോകുന്നത്. എന്നിട്ട് തിരിച്ചു മുടിക്കാൻ വേണ്ടേ? അല്ലാതെ ഇത്രമേൽ കോടികൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പം പുള്ളി മുടക്കുന്ന കാശ് അത് തന്നെയല്ല. ഒരാൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അടയ്ക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. പല ചിത്രങ്ങളിലും കോടികൾ പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ മടിക്കും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പുള്ളി കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പുള്ളി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സിനിമയിലേക്ക് കോടിക്കണക്കിന് രൂപ പുള്ളി മുടക്കിക്കൊണ്ടേയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ പറയാൻ വന്നത് എമ്പുരാനെ പറ്റിയാണ്. എമ്പുരാൻ 150 കോടിയോളം മുടക്കി എന്ന് പറയുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നുമില്ല. ഒരുപക്ഷെ അതും തള്ളാകാം. തള്ളി ചിലപ്പം മുടക്കുമതി തിരിച്ചു പിടിക്കാനുള്ള ആൻ്റണി പെരുമ്പാവൂരിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാകാം. അതിലേക്ക് എല്ലാവരും വീഴുന്നതാകാം. നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അതുപോലെ പുള്ളിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ആ തന്ത്രത്തിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പം ആൻ്റണി ഈ ചിത്രത്തിന് 150 മുടക്കിക്കോട്ടെ, എത്ര വേണമെങ്കിലും മുടക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ചിത്രം നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ കയറി കാണത്തുള്ളൂ. ചിത്രം നന്നായിരിക്കണം. അപ്പം നമ്മൾ ആ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. പൃഥ്വിരാജ് പണ്ടൊരു
അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിന് ഇത്രയും കോടികൾ മുടക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് ചോദിച്ചപ്പം പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമുണ്ട്, എവിടെയും പ്രദർശിപ്പിക്കാൻ പറ്റിയ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, ആ വ്യക്തിയാണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ മുടക്കുമുതൽ എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പം മുടക്കുന്ന കാശ് ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ് എനിക്ക് ആത്മവിശ്വാസം തരുന്നതെന്നാണ് പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ആൻ്റണിയും ഉദ്ദേശിക്കുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ വെച്ച് കളിക്കുക, അതിലൂടെ കോടികൾ കൊയ്യുക എന്നുള്ള തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അസൂയപ്പെട്ടിട്ടും കുശുമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല. മോഹൻലാലിന് പകരം വെക്കാൻ വേറെ നടന്മാർ പലരും ഉണ്ടാകാം, വേറെ പലരുടെ മനസ്സ്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നത് മോഹൻലാലിന് പകരം വെക്കാൻ മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ OTT, എമ്പുരാൻ്റെ OTT ബിസിനസ്, അത് 50 കോടി രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട് എന്ന് തമിഴിലെ ഒരു പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് ഈ 50 കോടി രൂപയുടെ ഓഫർ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ബാക്കി പല വ്യക്തികളുമുണ്ട് അതിൽ കൂടുതൽ കൊടുക്കാനും. ലേലം വിളിയാണ് ഏറ്റവും കൂടുതൽ. ചിലപ്പോൾ 50 കോടി രൂപയ്ക്ക് മുകളിൽ ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. ലൂസിഫർ എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമാണ് ലൂസിഫർ OTT എടുത്തത്. പിന്നെ സാറ്റലൈറ്റ് ഉണ്ട്, അത് ഏതെങ്കിലും ഏഷ്യാനെറ്റിനെ പോലുള്ള പ്രമുഖ ആൾക്കാരെടുക്കും. ചിലപ്പം 20 കോടിക്കോ 30 കോടി രൂപയ്ക്കോ ആകാം. നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഓവർസീസ് റൈറ്റ് ഉണ്ട്, അതുപോലെ അന്യഭാഷാ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിലെ ബിസിനസ് തന്ത്രങ്ങൾ ആന്റണിക്കറിയാം. എനിക്ക് തോന്നുന്നു എമ്പുരാന് മാർച്ച് 27-ന് റിലീഫ് ചെയ്യുമ്പോഴേക്കും 100 കോടി രൂപയ്ക്ക് മുകളിൽ ഇത് ബിസിനസ് നേടിയിരിക്കും എന്ന് ഏകദേശം ഉറപ്പായി. അതുകൂടാതെ 200 തിയേറ്ററിൽ പരം തിയേറ്ററിൽ ഈ ചിത്രം റിലീഫ് ചെയ്യുന്നു എന്ന് നമ്മുടെ ബൈജു ആണ് പറഞ്ഞത്. ബൈജു ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു 700-ൽ പരം തിയേറ്ററിൽ ഈ ചിത്രം റിലീഫ് ചെയ്യും. അപ്പം കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററിലും മാർച്ച് 27-ന് എമ്പുരാൻ ഓടും എന്ന് ഉറപ്പായി. അതിൽ നിന്ന് തന്നെ ആദ്യ ദിനം, അത് മോശം അഭിപ്രായം നേടിക്കോട്ടെ, എന്നാൽ പോലും ആദ്യ ദിനം 15 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡായിട്ട് ഏകദേശം 50 കോടി രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ 35-40 കോടി രൂപയ്ക്ക് അടുത്ത് നേടാനാണ് സാധ്യത കാണുന്നത്. അതുകൂടാതെ ഇത് അടിപൊളി എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ലെവൽ അങ്ങ് വേറെയായിരിക്കും. പ്രത്യേകിച്ച് വെക്കേഷൻ കാലമാണ്, എല്ലാവരും അഴിച്ചു പൊളിക്കും. പിന്നെ മമ്മൂട്ടിയുടെ ബസുക്ക എന്ന് പറയുന്ന ചിത്രം ഏപ്രിൽ 10-ാം തീയതിയാണ് അടുത്തത് റിലീസ്. അതൊക്കെ കാണുമ്പോൾ ഈ 5-10 ദിവസം ഈ ചിത്രം ഓളം സൃഷ്ടിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അപ്പം അതിനെല്ലാം കാരണം ഈ ചിത്രം നല്ലത് എന്ന് പേര് കേൾക്കണം. ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്നു ഈ ചിത്രം എന്നുള്ളതാണ് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പ്രതീക്ഷ നൽകുന്നൊരു ഘടകം. ലാലേട്ടനെ വേണ്ടവിധം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ലാലേട്ടൻ, പൃഥ്വിരാജ്, ആൻ്റണി എല്ലാവരും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു ഷുവർ ഹിറ്റ് തന്നെ നമുക്ക് നേടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ മുടക്കുമുതൽ എത്രയും ആയിക്കോട്ടെ, മുടക്കുമുതലിനെ ഞാൻ പറഞ്ഞില്ല, മുടക്കുമുതലിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. കാരണം ഇത് നല്ല ചിത്രം എന്ന് പേര് കേട്ടാൽ ഇത് 200 കോടി മുടക്കിയാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ മോശം അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ലാഭമില്ലാതാകും എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ. അതിന് ഒന്നാമത്തെ ഉദാഹരണം വാലിബൻ എന്ന് പറയുന്ന ചിത്രം എല്ലാവരും മോശം അഭിപ്രായം പറഞ്ഞ ചിത്രമാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരാത്ത ചിത്രമായിരുന്നു വാലിബൻ. പക്ഷേ ഷിബു ബേബി ജോൺ ആണ് ആ ചിത്രം നിർമ്മിച്ചത്. ഷിബു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ചിത്രത്തിൽ വലിയ നഷ്ടം ഉണ്ടായില്ല, എനിക്ക് നഷ്ടം ഉണ്ടായിട്ടേ ഇല്ല. കാരണം OTT അവകാശങ്ങളും സാറ്റലൈറ്റ് അവകാശങ്ങളും ഒക്കെ നേരത്തെ വിറ്റുപോയ ചിത്രമാണ്. ഇപ്പം തുടരും എന്ന് പറയുന്ന ചിത്രം, അതിൻ്റെ സാറ്റലൈറ്റും
OTTയും അവകാശങ്ങളും വിറ്റുപോകാത്തത് കൊണ്ട് ലാലേട്ടൻ OTT വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ വ്യക്തിയുണ്ട്. അവരുടെ ഇടയിലേക്കാണ് അതിൻ്റെ OTT അവകാശം വിറ്റുപോയത് 20 കോടി രൂപയ്ക്കാണ് എന്നുള്ള വാർത്ത വരും. അതിൻ്റെ മുടക്ക് മുതൽ ഏകദേശം 20-30 കോടി രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. അപ്പം അത് ആദ്യമേ തന്നെ നിർമ്മാതാവിൻ്റെ ടെൻഷൻ കുറച്ചു എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കാം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രവും സംഭവിക്കാൻ പോകുന്നത്. ഇനി ചിലരെങ്കിലും വിചാരിക്കും എമ്പുരാന് ചിത്രം 100 കോടി നേടിയില്ലെങ്കിലും ആൻ്റണി തള്ളി 100 കോടിയിലെത്തിക്കും. എനിക്ക് തോന്നുന്നു ആൻ്റണിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ലൂസിഫറിന് കാശ് മുടക്കി, എമ്പുരാന് കാശ് മുടക്കുന്നു, ഇനി മൂന്നാമത്തെ ചിത്രം എമ്പുരാനേക്കാൾ കൂടുതൽ കാശ് മുടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് കാശ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൻ്റണിക്ക് എന്താ തലയ്ക്ക് ഓളം വല്ലതും ഉണ്ടോ? ഈ കാശ് ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കാൻ, പൊട്ടുന്ന വളത്തിന് ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരിക്കാൻ ഓളമൊന്നുമില്ലല്ലോ. അപ്പം പുള്ളിക്കറിയാം മുടക്കിയാൽ അത് തിരിച്ചു പിടിക്കാൻ ആൻ്റണി പെരുമാവിന് കൃത്യമായിട്ടറിയാം. അതിന് നിങ്ങൾ കടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുള്ളി മുടക്കുന്നു, തിരിച്ചു പിടിക്കുന്നു. അത് തന്നെ ആയിരിക്കും പുള്ളിയുടെ തന്ത്രം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇതിൻ്റെ കീഴേ വന്ന് കമൻ്റ് ഇട്ട് എന്നെ ചീത്ത വിളിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കാം എന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ വിളിച്ചോളൂ, പാടിയതല്ലേ ചൊല്ലൂ എന്നുള്ള പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.